പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധമായ വലിയ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ കുരിശിനെ കുറിച്ച് ഏതാനും ചിന്തകൾ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. വിശുദ്ധനായ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്കെഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം, 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തി അത്രേ. വിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശിലൂടെ കരഗതമാകുന്ന ഒരു രക്ഷയെക്കുറിച്ചാണ്. കുരിശില്ലാതെ കിരീടം സ്വീകരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. പ്രതിസന്ധികളില്ലാത്ത ജീവിതം വിരളമാണ്. എന്നാൽ ആ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും രോഗപീഠകളിലുമൊക്കെ ഒതുങ്ങിത്തീരുന്ന ഒരു ജീവിതമല്ല നമ്മുടേത്. അതിനപ്പുറത്ത് പ്രത്യാശയുടെ, സന്തോഷത്തിൻ്റെ നല്ല നാളുകൾ നമുക്ക് ദൈവം നൽകും. അതുകൊണ്ട് എല്ലായ്പ്പോഴും പ്രതിസന്ധികൾ മാത്രമല്ല, എല്ലായ്പ്പോഴും രോഗപീഠകൾ മാത്രമല്ല, ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ സന്തോഷവും സമാധാനവും ഒക്കെ ദൈവം നൽകും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധമായ വലിയ നോമ്പിൽ കൂടുതൽ ദൈവീകമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുക. നമ്മുടെ സഭയുടെ അന്ത്യോക്യൻ ആരാധനക്രമം അനുസരിച്ച് പരിശുദ്ധ ശ്ലീബായെ എത്രമാത്രം ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ സന്ധ്യാസുത്തറ നമസ്കാരത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം പരിശുദ്ധ ശ്ലീബ എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യമാണ് നമ്മൾ കുരിശ് വരച്ചത്. അപ്പോൾ കുരിശിനെ ഇത്രമാത്രം ആരാധിക്കുന്ന മറ്റൊരു ആരാധനക്രമമില്ല എന്ന് തന്നെ പറയാം. ഞാൻ വ്യത്യസ്തങ്ങളായ ആരാധനക്രമത്തിൽ സമൂഹ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാളാണ്. കോപ്റ്റിക് ആരാധനക്രമം, അർമേനിയൻ ആരാധനക്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അലക്സാണ്ട്രിയൻ ആരാധനക്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ഈ അന്ത്യോക്യൻ ആരാധനക്രമം എത്രമാത്രം ഭംഗിയോടും എത്രമാത്രം ബഹുമാനത്തോടും കൂടിയാണ് പരിശുദ്ധ കുരിശിനെ കാണുന്നത്. നമ്മളെല്ലാവരും കുരിശ് വരയ്ക്കുന്നവരാണ് അല്ലേ? കുരിശ് വരയ്ക്കുന്നതിന് ഒരു രീതിയുണ്ട്. എത്ര വിരൽ ചേർത്താണ് കുരിശ് വരയ്ക്കേണ്ടത്? ഉറക്കെ പറ. 3 വിരൽ. ഈ 3 വിരൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതിനെ സൂചിപ്പിക്കുവാൻ 3 വിരൽ ഉപയോഗിച്ചാണ് നമ്മൾ കുരിശ് വരയ്ക്കുന്നത്. ഈ കുരിശ് വരയ്ക്കുന്നത് എവിടുന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം? എവിടുന്നാണ് തുടങ്ങേണ്ടത്? നെറ്റിയിൽ നിന്ന് തുടങ്ങണം. എവിടേക്ക് പോകണം? പിന്നെ നെഞ്ചിലേക്ക് പോകണം. പിന്നെ ഇങ്ങോട്ട് പോകണം, ഇടത്തെ തോളിലേക്ക് പോകണം. പിന്നെ ഇങ്ങോട്ട് പോകണം, വളത്തെ തോളിലേക്ക് പോകണം. അപ്പം നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്കും ഇടത്തെ തോളിൽ നിന്നും വലത്തെ തോളിലേക്കും നമ്മൾ പരിശുദ്ധമായ ഈ കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ എന്ത് ചെയ്യുന്നു? സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുന്നു. പാപികളായ നമ്മെ, ഇടത്തെ വശത്തുള്ളവരെ എന്ത് ചെയ്യുന്നു? അവിടുത്തെ കുരിശ് മരണം മൂലം എന്ത് ചെയ്യുന്നു? തൻ്റെ വലത് ഭാഗത്തേക്ക് നമ്മൾ നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ ബോധപൂർവം കുരിശ് വരയ്ക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മളെങ്ങനെ കുരിശ് വരച്ചിട്ടുള്ളേ? ചോറ് വാരി കഴിക്കുന്ന പോലെ എല്ലാ വിരലും ചേർത്ത് ഒരു വര വരച്ച് അവസാനിപ്പിക്കും. ഇനി ചിലര് ഈ കുരിശ് തൊണ്ടക്കുഴി കൊണ്ടൊന്ന് അവസാനിപ്പിക്കാറുണ്ട് അല്ലേ? അങ്ങ് നെഞ്ചിലേക്ക് പോകാറുണ്ടോ? ഇല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരച്ച് എങ്ങനെയെങ്കിലും അങ്ങ് തീർത്താൽ മതി ഈ കുരിശ് വരയെന്നാണ്. ശരിയല്ലേ പറയുന്നത്? എന്നാൽ ഈ പരിശുദ്ധമായ വലിയ നോമ്പിൽ ബോധപൂർവം ഒന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകമുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ദുഃഖവെള്ളി ശുശ്രൂഷ, ദുഃഖവെള്ളിക്ക് 3 ശുശ്രൂഷകളാണ്. 1-ാമത്തെ ശുശ്രൂഷകൾ നമ്മുടെ കർത്താവ് യേശു മിശിഹ കുരിശും വഹിച്ചുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. 2-ാമത്തെ ശുശ്രൂഷ ശ്ലീബ വന്ദനവിൻ്റെ ശുശ്രൂഷയാണ് അല്ലേ? പരിശുദ്ധമായ മദ്ബഹായിൽ താഴെ സ്റ്റെപ്പിൽ നമ്മൾ മെത്തപ്പായിൽ വെള്ളത്തുണിയൊക്കെ വിരിച്ച് പരിശുദ്ധ ശ്ലീബ വെച്ച് എന്ത് ചെയ്യുന്നു? ശ്ലീബായും പരിശുദ്ധ ഏവങ്കേലിയോനും ചുംബിക്കാറില്ലേ? ഉണ്ട്.
പക്ഷേ ആ സമയത്ത് ഈ ശുശ്രൂഷകരുള്ള പുകയൊക്കെ അടിക്കുന്നുണ്ട്, എവിടാ പോയി ചുംബിക്കുന്നതെന്നറിയാതെ എവിടെയൊക്കെയോ ചുംബിച്ച് നമ്മൾ തൃപ്തരായി മടങ്ങാറുണ്ട്. അപ്പോൾ ശ്ലീബ ബന്ധുവിൻ്റെ ശുശ്രൂഷ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. മൂന്നാമത്തെ ശുശ്രൂഷ കബറടക്ക ശുശ്രൂഷയിൽ ഈ പരിശുദ്ധമായ ശ്ലീബ എടുത്താണ് കബറടക്ക ശുശ്രൂഷ നമ്മൾ വരുന്നത്. അപ്പോൾ ഈ പരിശുദ്ധ ശ്ലീബായെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ആരാധനക്രമമുള്ള നാം വളരെ ബോധപൂർവം ഈശോയുടെ കുരിശിനെ നോക്കി യാത്ര ചെയ്യുന്നുണ്ടെന്ന് വരികിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കും. അപ്പോൾ കുരിശ് പഠിപ്പിക്കുന്ന ചില ഏതാനും പാഠങ്ങളാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. കുരിശിനെ നമ്മൾ ബോധപൂർവ്വം ഉപയോഗിക്കാറുണ്ട്, ചിലപ്പം തമാശ രൂപേണ കുരിശിനെ ഉപയോഗിക്കാറുണ്ട്, അല്ലേ? എങ്ങനെ ഉപയോഗിക്കുന്നത്? മാത്തമാറ്റിക്സിൻ്റെ ടീച്ചർ വരുമ്പം നമ്മൾ ചിന്തിക്കാറില്ലേ, കുരിശ് വരുന്നുണ്ട്, ഇന്നും വന്നിട്ടുണ്ട്, അല്ലേ? അപ്പൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടില്ലേ, കുരിശ് ഇന്നും 4-ാം കാലിലാണ്. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ല, അച്ഛാ ഈ കുരിശ് എൻ്റെ പെടലേക്ക് വീണിട്ട് 10-36 വർഷമായി. ചിലപ്പോൾ തിരിച്ചു പറയാറില്ലേ, അച്ഛാ ഈ കുരിശ് ഞാൻ ചുമന്നുമെന്ന് മടുത്തു. നമ്മൾ പലപ്പോഴും കുരിശിനെ പല രീതിയിൽ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ബോധപൂർവം യേശുവിൻ്റെ കുരിശിനെ നോക്കി യാത്ര ചെയ്യുന്നുണ്ടെന്ന് വരികിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹം വളരെ വലുതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ കുരിശിൻ്റെ ഏതാനും പാഠങ്ങൾ പറയുകയാണ്. ഒന്നാമതായിട്ട് ഈ കുരിശ് പഠിപ്പിക്കുന്ന പാഠം, ഇത് ആശ്വാസത്തിൻ്റെ ചിഹ്നമാണ്. ഇതെന്താണ്? ആശ്വാസത്തിൻ്റെ ചിഹ്നം. ജീവിതത്തിൽ ഒന്ന് ആശ്വാസത്തോടുകൂടി, ഒന്ന് സമാധാനത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും നൊവേനകളിൽ നിന്നും വലിയ നൊവേനകളിലേക്കും ഒക്കെ നമ്മൾ ഇങ്ങനെ ഓട്ടപ്രദക്ഷിണം നടത്തുന്നവരാണ്. എന്നാൽ സമാധാനത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി നെട്ടോട്ടമോട് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മുമ്പിൽ ബോധപൂർവം ഒന്ന് ധ്യാനപൂർവ്വം ഇരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? കുരിശ് നൽകുന്ന ഒരാശ്വാസം ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമുണ്ടാകുക. കുരിശിൽ ലഭിച്ച ആശ്വാസത്തെ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ കുരിശിൻ്റെ ഒരു മുൻ ആസ്വാദനം പഴയ നിയമത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഈ ഇസ്രായേൽ ജനം ദൈവത്തോട് നിരന്തരമായിട്ട് മറുതലിക്കുകയാണ്. ഓരോ സമയം മറുതലിക്കുമ്പോഴും വളരെ ക്ഷമാപൂർവം തന്റെ കോപത്തെയൊക്കെ അടക്കി ദൈവം ഈ മനുഷ്യരോട് കരുണ കാണിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ദൈവം ഈ മനുഷ്യരെ ഇപ്പോൾ തന്നെ നശിപ്പിക്കാമെന്ന് വിചാരിക്കുമ്പോൾ മോശയുടെ നേതൃത്വത്തിൽ ജനം നിലംപറ്റെ താണു വീണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ശാന്തനായി ഈ മനുഷ്യരെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകും. ദൈവത്തോട് മറുതലിച്ച ഇസ്രായേൽ ജനം ഈ സീനായി മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ പ്രകോപിപ്പിക്കുമ്പോൾ ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അയച്ച് ഈ മനുഷ്യരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കും. ഉടനെ മോശ യഹോവയാ ദൈവത്തോട് പറയും, ദൈവമേ, നീ പറഞ്ഞിട്ടാണ് ഈ മനുഷ്യരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. നീ പറഞ്ഞിട്ടാണ് ഈജിപ്തിന്റെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് തേനും പാലും ഒഴുകുന്നൊരു നാടുണ്ട് എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ഞാൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഫറവോയുടെ അടിമത്തിൽ നിന്ന് നിന്റെ സ്വർഗീയമായ സമാധാനം നൽകുന്നൊരിടമുണ്ട് എന്ന് പറഞ്ഞ് ഈ കൂട്ടിക്കൊണ്ടുപോകുന്ന വഴിത്താരയിൽ നീ ഇവരെ കൊന്നുകളഞ്ഞാൽ പിന്നീട് ഇവരെന്നെ അനുസരിക്കത്തില്ല. അതുകൊണ്ട് നീ കരുണ കാണിക്കണം. അപ്പം ദൈവം മോശയോട് പറയുന്നുണ്ട്, നീ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ നാട്ടി നിർത്തുക. ആരൊക്കെ ഈ പിത്തള സർപ്പത്തിലേക്ക് ദൃഷ്ടി ഉയർത്തി നോക്കുന്നുണ്ടോ അവരൊക്കെ രക്ഷ പ്രാപിക്കും. ഇവിടെ സഹോദരങ്ങളെ, അവിടെ നമ്മൾ കണ്ടെത്തുന്നത് ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് പിടഞ്ഞു വീഴുന്ന മനുഷ്യർ, മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യർ ഈ പിത്തള സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ പുതുജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. അങ്ങനെ വീണ്ടും ഇസ്രായേൽ ജനം ഒരു പുതുജീവനിലേക്ക് പ്രവേശിച്ച് കാനാൻ ദേശത്തേക്ക് യാത്ര തിരിക്കുന്നു.
സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പാപത്തിന്റെ ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്നൊരുകിൽ ഈ ലോകം നൽകുന്ന ലൗകികായത്വങ്ങളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും ജഡീകമായ ആസക്തിയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കണമെന്ന് വരികിൽ ദൈവത്തിന്റെ വിശുദ്ധമായ വഴിയിലൂടെ വഴിത്താറുകളിലൂടെ നടന്നു പോകണമെന്ന് വരികിൽ ഇന്ന് ഗോകുൽത്തായുടെ നെറുകയിൽ ഉയർത്തിയ ആ കുരിശിലല്ലാതെ മറ്റൊന്നിലും നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് കുരിശ് പഠിപ്പിക്കുന്ന ഈ ഒന്നാമത്തെ പാഠം ഇത് ആശ്വാസത്തിന്റെ ചിഹ്നമാണ്. ഈ കുരിശിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെന്ന് വരികിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ചെറുത്തു തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനക്രമത്തിൽ പരിശുദ്ധമായ പകുതി നോമ്പിൽ ദേവാലയത്തിന്റെ മധ്യത്തിൽ എന്ത് സ്ഥാപിക്കും? ഗോകുൽത്ത സ്ഥാപിക്കും. എന്തിനു വേണ്ടിയാണ്? ഇനിയുള്ള എല്ലാ ശ്രദ്ധകളും മാറ്റി അടുത്ത പകുതി നോമ്പിലേക്ക്, പകുതി ദിവസങ്ങൾ 25 ദിവസങ്ങൾ എല്ലാ ശ്രദ്ധയും മാറ്റി യേശുവിന്റെ കുരിശിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകണം. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും മടങ്ങിപ്പോകുമ്പോഴും ഈ ഗോകുൽത്ത ചുംബിച്ചു പോകുന്നതിന് പിന്നുള്ള ചേതോ വികാരം എന്താണ്? ഇനിയും എനിക്ക് ആശ്രയം, എനിക്ക് ആശ്വാസം യേശു ക്രിസ്തുവിൻ്റെ കുരിശ് മാത്രമാണ്. ഈ കുരിശിൽ ആശ്വാസം കണ്ടെത്തിയ ഒട്ടനവധി പേര് ഈ ലോകത്തിലുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനൊക്കെയുള്ള ധാരാളം വൈതരണികൾ എന്ന് പറയുമ്പോൾ അസീസിയിലെ ഒരു കുന്നിൻ ചെരുവിലെ സാന്തിയാഗോ എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്പലിൽ, ഒരു കപ്പേളയിൽ ക്രൂശിത കുരിശ് രൂപത്തിന്റെ അടുത്ത് പോയി നിറമിഴിയോടെ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ കുരിശ് ഈ അസീസിയിലെ ഫ്രാൻസിസിനോട് അന്ന് ഉറക്കെ സംസാരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക. അസീസിയിലെ ഈ ക്രൂശിത രൂപം ഇപ്പോഴും ഒരു വലിയ തിരുശേഷിപ്പ് പോലെ ആ ദേവാലയത്തിൻ്റെ മദ്ബഹായിൽ പ്രധാന അൾത്താരയോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്രൂശിത രൂപം ഈ അസീസിയിലെ ഫ്രാൻസിസിനോട് ഇപ്രകാരം പറഞ്ഞു: നീ തകർന്നു കിടക്കുന്ന എൻ്റെ സഭയെ പടുതുയർത്തുക, അങ്ങനെ നീ ആശ്വാസം പ്രാപിക്കും. ഈ അസീസിയിലെ ഫ്രാൻസിസ് ഒരു ഉന്നത കുലജാതനായിരുന്നു. ഇറ്റലിയിലെ ഒർത്തോണയിലും സമീപ പ്രദേശങ്ങളിലും അസീസീസിലുമൊക്കെ പട്ടുവ്യാപാരം നടത്തിയിരുന്ന ഒരു കുബേരനായ അപ്പൻ്റെ മകനാണ്. അതുകൊണ്ട് സമൃദ്ധിയുടെ നടുവിലാണ് ഈ ഫ്രാൻസിസ് അസീസി വളർന്നു വന്നത്. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞിട്ടില്ല, എന്താണ് വിശപ്പെന്തെന്ന് അറിഞ്ഞിട്ടില്ല, ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യാതൊന്നും അറിയാതെ ഇരുന്ന അസീസി ഈ ഫ്രാൻസിസ് അസീസി പക്ഷേ ജീവിതത്തിൽ ഇത്രമാത്രം സമൃദ്ധിയുണ്ടെങ്കിലും ഒരാശ്വാസം തൻ്റെ ജീവിതത്തിൽ, ഒരു സമാധാനം തൻ്റെ ജീവിതത്തിൽ ലഭിച്ചില്ല എന്നാണ് ഫ്രാൻസിസ് അസീസി നിരന്തരം പറഞ്ഞത്. ഈ സാന്തിയാഗോയിലെ ഈ ക്രൂശിത രൂപം ഈ ഫ്രാൻസിസിനോട് സംസാരിച്ചപ്പോൾ തൻ്റെ പട്ടുവസ്ത്രം മാറ്റി ഒരു ചാക്ക് വസ്ത്രം ധരിച്ച് അവൻ ആ കൊടും മഞ്ഞത്ത് ഈ ഇറ്റലിയിലെ അസീസിയിലൊരു വലിയ പ്രയാണം നടത്തുകയാണ്. ആ പ്രയാണത്തിൽ ധാരാളം ചെറുപ്പക്കാർ ആകൃഷ്ടരായി ഇവന്റെ പുറകെ അതേ ചാക്ക് വസ്ത്രം ധരിച്ച് തൻ്റെ പട്ടുവസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടരുന്ന ഈ അസീസിയിലെ ഫ്രാൻസിസ് റോമിലെ മാർപ്പാപ്പയെ കാണുവാനായിട്ട് ചെന്ന് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഒരു അധികാരം നിങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെടും. മാർപ്പാപ്പ പറഞ്ഞു, ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നവർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുന്നതുകൊണ്ട് യു ഹാവ് ടു ഗോ ബാക്ക്, ഗെറ്റ് ഔട്ട്. അപ്പോഴവിടെ മുട്ടുകുത്തി ഈ ഫ്രാൻസിസ് ചോദിക്കുന്നുണ്ട്, സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ആശ്വാസം ലഭിക്കുകയില്ല. അതുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ നിങ്ങൾ എനിക്ക് അധികാരം നൽകണം. സഹികേട്ട റോമിലെ മാർപ്പാപ്പ, ഇന്നസെന്റ് മാർപ്പാപ്പ പറഞ്ഞു, നീ ആ കാണുന്ന പന്നിക്കൂട്ടത്തിൻ്റെ അടുത്ത് പോയി പ്രസംഗിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഫ്രാൻസിസ് പിന്നീട് അത് അക്ഷരം പ്രതി അനുവർത്തിച്ചു. റോമിൽ ഈ മാർപ്പാപ്പയുടെ വസതിയിൽ നിന്നും പോയി അവിടെ കാണുന്ന തെരുവ് പന്നിക്കൂട്ടത്തിന് മുമ്പിൽ ഈ ഫ്രാൻസിസ് പ്രസംഗിച്ചപ്പോൾ
പന്നികൾ മുഴുവൻ ഈ ഫ്രാൻസിസിന് മുമ്പിൽ മുട്ടുമടക്കി എന്നാണ് പറയുന്നത്. ഇപ്പോഴും റോമിലെ ലാറ്ററൻ ബസിലിക്കയുടെ ആ പ്രധാനപ്പെട്ട വാതിലിനോട് നേർന്നുള്ള ആ വലിയ തിരുമുറ്റത്തിൻ്റെ ഒരു സൈഡിൽ ധാരാളം പന്നിക്കൂട്ടങ്ങളുടെ നടുവ് നിൽക്കുന്ന ഒരു ഫ്രാൻസിസിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഫ്രാൻസിസിൻ്റെ ജീവിതം ഒരു ജൈത്രയാത്രയിലേക്ക് മാറി. സുവിശേഷം പ്രസംഗിക്കാനുള്ള അധികാരം മാർപ്പാപ്പയെന്ന് ഫ്രാൻസിസ് സ്വന്തമാക്കി. ജീവിതത്തിൻ്റെ ആശ്വാസമായി മാറി. നിങ്ങൾ ടി വികളൊക്കെ കണ്ടിട്ടുള്ള കാപ്പിപ്പൊടി വസ്ത്രം ധരിച്ചിട്ടുള്ള കപ്പൂച്ചിൻ അച്ഛന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? ഈ ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ചിട്ടുള്ള അതേ കോൺഗ്രിഗേഷനിലെ അച്ഛന്മാരാണ് അവർ. ഇന്ന് ലോകത്തിലുള്ള കത്തോലിക്ക സഭയിലെ ധാരാളം സന്യാസ സമൂഹങ്ങളുടെ നിയമാവലി എഴുതപ്പെട്ടിരിക്കുന്നത് ഈ അസീസിയിലെ ഫ്രാൻസിസിന്റെ നിയമാവലി എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രതിസന്ധികൾ അനവധിയാണെന്നിരുന്നാലും യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ ആശ്വാസം കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും ഇത് എനിക്ക് ആശ്വാസം നൽകുന്നതാണ് എന്ന് വിചാരിച്ച് ബോധപൂർവം കുരിശ് വരയ്ക്കുവാനും കുരിശ് ചുംബിക്കുവാനും കുരിശ് ധരിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം. പരിശുദ്ധ കുർബാനയിൽ ഓരോ പ്രാവശ്യവും കാർമ്മികൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോഴും ഓരോ പ്രാവശ്യവും ആശീർവാദങ്ങൾ നൽകുമ്പോഴും ശ്രീബായുടെ നാമത്തിൽ ഓരോ പ്രാവശ്യം കുരിശ് വരയ്ക്കുമ്പോഴും ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ആശ്വാസത്തിൻ്റെ അടയാളമാണ് എന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ വരയ്ക്കുന്നുണ്ട് എന്ന് വരികിൽ നിത്യമായ ഒരാശ്വാസം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. രണ്ടാമതായി ഈ കുരിശ് പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം, ഇത് രക്ഷയുടെ അടയാളമാണ്. ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പല വഴികളിലേക്ക് ഓടുവാനുള്ള ഒരു വലിയ വെമ്പൽ, ഒരു തീഷ്ണത നമുക്ക് എപ്പോഴുമുണ്ട്. നമ്മൾ നിരന്തരമായി ആലോചിക്കുന്നുണ്ട് ഏത് വഴിയിലൂടെ പോയാലാണ് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കുക. യോദാത്തദേവസിന്റെ നാമത്തിൽ പോയി നൊവേന പ്രാർത്ഥന നടത്തിയാൽ മതിയോ? ചെമ്പിൽ അരിയിട്ടാൽ മതിയോ? ഗീവർഗീസ് നാമത്തിൽ ഒരു കോഴിയെ കൊടുത്ത് കൊന്നാൽ മതിയോ? ഏത് വഴിയിലാണ് രക്ഷപ്പെടേണ്ടത് എന്ന് വിചാരിച്ച് നെട്ടോട്ടം തിരിയുന്നവരാണ് നമ്മൾ. എന്നാൽ രക്ഷ പ്രാപിക്കാനും രക്ഷ സ്വീകരിക്കാനും അനേക വഴികൾ നമ്മുടെ മുമ്പിലില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിൻ്റെ കുരിശ് കാണിച്ചു തരുന്ന വഴിയാണ്. സങ്കടങ്ങളുടെയും വേദനകളുടെയും വഴിയാണത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഭാരമേറിയ കുരിശായി രൂപപ്പെടുത്തി സ്വന്തം ചുമലിൽ വെച്ചുകൊണ്ട് നടന്നുപോയ യേശുക്രിസ്തുവിൻ്റെ അതേ നിണമൊഴുകിയ ആ വഴിത്താരയിലൂടെ മാത്രമേ ഒരു ക്രിസ്ത്യാനിക്ക് പോകാനും രക്ഷ സ്വന്തമാക്കാനും കഴിയുകയുള്ളൂ. ഓരോ പ്രാവശ്യവും കുരിശ് വരയ്ക്കുമ്പോഴും ഇത് എൻ്റെ രക്ഷയുടെ അടയാളമാണെന്ന ബോധ്യത്തോടുകൂടി വരയ്ക്കുവാൻ സാധിക്കണം. ഇത് വെറുതെ ചില കോപ്രായങ്ങൾ കാട്ടി പള്ളി വിട്ട് പോകുന്നവരല്ല നമ്മൾ. ഓരോ പ്രാവശ്യവും കുരിശ് വരയ്ക്കുമ്പോഴും ഇതെൻ്റെ രക്ഷയുടെ അടയാളമാണ് എന്ന് ബോധ്യത്തിൽ വരയ്ക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധമായ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ പരിശുദ്ധ റൂഷ്മായ എപ്പോഴൊക്കെ നൽകുന്നുണ്ടോ, പരിശുദ്ധമായ മാമോദിസായി മോറോനഭിഷേകം ഒക്കെ നൽകുമ്പോഴും നമ്മുടെ നെറ്റിയിൽ ശ്ലീബായുടെ അടയാളത്തിലാണ് എന്ത് ചെയ്യുന്നത്? മുദ്രയിടുന്നത്. ഈ മുദ്ര ജീവിതത്തിൽ രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും. അപ്പം രക്ഷപ്പെടണമെന്നും രക്ഷ സ്വീകരിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കാണ് ദൃഷ്ടി ഉയർത്തേണ്ടത്? യേശുക്രിസ്തുവിൻ്റെ കുരിശിലേക്കാണ്. ആ കുരിശിലൂടെ മാത്രമേ രക്ഷ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജീസസ് യൂത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ വെച്ച് പരിചയപ്പെട്ട ഒരു യുവ ഡോക്ടറുണ്ട്. അവളുടെ പേര് അക്സയ എന്നാണ്. അക്സയ എന്ന് പറയുന്ന വളരെ മിടുക്കിയായ ഒരു യുവ ഡോക്ടർ. ഈ അക്സ MBBS പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു കത്തോലിക്ക പയ്യനുമായി പ്രണയത്തിലായി. ഈ പെൺകുട്ടി ജനിച്ചു വളർന്ന ഒരു മുസ്ലിം യാഥാസ്ഥിതിക കുടുംബത്തിലാണ്. മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അണുവിട വ്യതിചലിക്കാതെ ഹൃദയപൂർവ്വം അനുവർത്തിച്ചിരുന്ന ഒരു പെൺകുട്ടി. എന്നാൽ പ്രണയം ഇങ്ങനെ പടർന്നു പന്തലിച്ചപ്പോൾ
മറ്റൊന്നും ആലോചിക്കാതെ ഈ പയ്യനെ തന്നെ വിവാഹം കഴിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഇരു വീട്ടുകാരും എതിർത്തു. സ്വാഭാവികമാണ്, നമുക്കറിയാം എങ്ങനെയാണ് രണ്ട് മതങ്ങളിലുള്ളവർ വിവാഹം കഴിക്കുക. അങ്ങനെ വീട്ടുകാരുടെ എതിർപ്പുകളെയൊക്കെ മാറ്റി ഇവർ വിവാഹിതരായി. വിവാഹിതരാന്ന് വെച്ചാൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ഈ പയ്യൻ ജസ്റ്റ് 1 ഇയർ സീനിയറാണ്. അങ്ങനെ ഇവരുടെ വിവാഹം കഴിഞ്ഞു. ഇവരുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു. ഇവരുടെ പരീക്ഷകളൊക്കെ, ഇവൻ്റെ പരീക്ഷ ആദ്യം ഫൈനൽ എക്സാമൊക്കെ കഴിഞ്ഞു. ഇവന് ഒരു ചെറിയ ക്ലിനിക്കിൽ, ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഏതാനും പിറ്റേ വർഷം ഇവള് പാസ് ഔട്ടായി. ഇവൾക്കും അതേ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അങ്ങനെ സത്യത്തിൽ ഒരു അല്ലലില്ലാതെ ഇവർ ജീവിച്ചു പോവുകയാണ്. കൂടപ്പിറപ്പുകൾ ആരുമില്ല. മാതാപിതാക്കന്മാരൊക്കെ ഇങ്ങനെയൊരു മകൻ തങ്ങൾക്ക് പിറന്നിട്ടില്ല എന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചു. ഈ അക്സയുടെ കുടുംബവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇവർ എറണാകുളത്തൊരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം സന്ധ്യയോടെടുക്കുമ്പോൾ ഇവൾ നിസ്കാരപ്പായി നിന്നും മടങ്ങി വന്ന് നടുക്കത്തെ മുറിയിലിരിക്കുന്ന ഹസ്ബൻഡിനോട് ചോദിച്ചു, ചേട്ടാ, ഞാൻ അപ്പുറത്തെ മുറിയിൽ നിസ്കരിക്കും, ചേട്ടൻ ഇപ്പുറത്തെ മുറിയിൽ നിന്നുകൊണ്ട് നമസ്കാരം കൊന്ത ചൊല്ലും, നമുക്കൊരു കുഞ്ഞുണ്ടായാൽ എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു, നീ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട. കുഞ്ഞ് ആയിക്കതിന് ശേഷം, കുഞ്ഞില്ല, കുഞ്ഞായതിനു ശേഷം കുഞ്ഞ് വളർന്നു വരട്ടെ, കുഞ്ഞിന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ. അതാണ് നമ്മുടെ ഒരു ക്രൈസ്തവ ചിന്തയെന്ന് പറയുന്നത്. നമുക്കെല്ലാത്തിനോടും എന്താണ്, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങ് വെമ്പലാണ്. എല്ലാത്തിനോടും അങ്ങ് താതാത്മ്യപ്പെടുകയാണ്. സാരമില്ല, കുഴപ്പമില്ല. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ മാറ്റിയെടുക്കേണ്ടുന്ന നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് തന്നെ മാറ്റേണ്ടുന്ന 2 പദങ്ങളാണ്. ഒന്ന് എന്താണ്? കുഴപ്പമില്ല. 2 എന്താണ്? സാരമില്ല. കുഴപ്പമുണ്ട്, സാരമുണ്ട്. നമ്മളെപ്പോഴും കോംപ്രമൈസ് ചെയ്ത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമയാണെന്ന് വിചാരിച്ചു പോകുന്നതുകൊണ്ടാണ് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങളോട് കുഴപ്പമുണ്ടെന്നും അത് സാരമുണ്ടെന്നും അതെനിക്ക് പാടില്ല എന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ അഭിമാനം കൊള്ളുവാൻ നമുക്ക് കഴിയുക. എന്നാൽ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, സാരമില്ല. എന്നാൽ ഈ അക്സ ഒരു മിടുക്കിയായ പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, അതല്ല, അനുസരിച്ച് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കേണ്ടവളാണ് ഭാര്യ. അതുകൊണ്ട് ചേട്ടൻ വിശ്വസിക്കുന്ന ആ മതത്തിൽ ഞാനും വിശ്വസിക്കാൻ തയ്യാറാണ്. ഇവൻ പറഞ്ഞു, അത് പാടില്ല, അത് പാടില്ല. നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ നമ്മൾ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് നീ നിന്റെ മതത്തിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക, ഞാൻ എൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യമില്ല. അവൾ പറഞ്ഞു, അല്ല, എനിക്ക് ചേട്ടൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ അതേ മതത്തിൽ തന്നെ പോകണം. അങ്ങനെ ഇവൾ ഭർത്താവിനെ നിർബന്ധിച്ച് അവിടുത്തെ ഒരു ഇടവക ദേവാലയത്തിൽ പോയി അവൾ മാമോദിസയൊക്കെ സ്വീകരിച്ച് സഭയെടുത്തു. സ്വീകരിച്ച് അവൾ ഒരു നല്ല ക്രിസ്ത്യാനിയായി മാറി. എല്ലാ യാമ നമസ്കാരങ്ങളും ചൊല്ലുന്നൊരു പെൺകുട്ടിയായി മാറി. നിസ്കാരത്തഴുമ്പോൾ അവളുടെ ജീവിതത്തിൽ കുരിശു വരയ്ക്കാനും കുമ്പിടുവാനും വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും കൊന്ത ചൊല്ലുവാനും തുടങ്ങുന്ന ഒരു പെൺകുട്ടിയായി മാറി. എല്ലാ ദിവസവും നിസ്കരിച്ചിരുന്നവൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഇടവക ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവളും യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവളുമായി മാറി. ഒരു ചടുലമായൊരു മാറ്റം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ കുരിശ് നൽകുന്ന രക്ഷ സ്വന്തമാക്കണമെങ്കിൽ മറ്റെല്ലാം മറന്ന് ഈ ക്രൂശിതനിൽ അഭയപ്പെടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ പെൺകുട്ടി സത്യത്തിൽ ഒരു ഉത്തമ ക്രിസ്ത്യാനി ജീവിച്ചു വരികയാണ്. ഒരു ദിവസം അവർ വരുമ്പോൾ അവിടെ ബൈക്ക് ഒരു വണ്ടിയുമായിട്ടിടിച്ച് ആ ആക്സിഡൻറ്റിൽ ഈ പയ്യൻ തൽക്ഷണം മരിക്കും. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ ഹസ്ബൻഡ് ഇനിയും ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരത്തില്ല എന്ന് ഈ യുവ ഡോക്ടറിന് അറിയാം. എന്നാൽ അടുത്ത് നിൽക്കുന്നവരൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്, സാരമില്ല, പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചാൽ മതി, ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നൊക്കെ പറയുമ്പോഴും ഇനിയും ഈ ഹസ്ബൻഡ്, തൻ്റെ ഭർത്താവ് എഴുന്നേറ്റ് വരത്തില്ല എന്ന് ഇവൾക്കറിയാം. ഒറ്റ ബന്ധുക്കളില്ല, മാതാപിതാക്കളില്ല. കാരണം ഇറങ്ങി വന്ന വീട് എങ്ങനെയാണ്? ഭർത്താവിൻ്റെ വീടുമായിട്ട് യാതൊരു സഹകരണമില്ല, അടുത്ത ബന്ധുക്കളുമായിട്ട് സഹോദരങ്ങളില്ല, ആരുമായിട്ടും സഹകരണമില്ല.
ഇവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സുഹൃത്തുക്കളും ഇവിടെ അത്യാവശ്യം വേണ്ടവരൊക്കെ വന്ന് ഈ ഹസ്ബൻഡിൻ്റെ മൃതശരീരം സംസ്കാരം ഒക്കെ നടത്തി. അന്ന് രാത്രിയിൽ ഈ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് അക്സ തിരിച്ചറിയുന്നത്, ഇനിയും തനിക്ക് ആശ്രയിക്കാൻ ക്രിസ്തുവിൻ്റെ കുരിശല്ലാതെ മറ്റൊന്നുമില്ല. എവിടേക്കാണ് ഇനി കയറിപ്പോകേണ്ടത്? തനിക്ക് ജന്മം നൽകിയ വളർത്തിയ തന്നെ മാതാപിതാക്കന്മാരെ ധിക്കരിച്ച് വന്നതുകൊണ്ടുള്ള ശാപമാണെന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കാം. തിരികെ ഇനിയും വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം താനിപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. എന്ത് പറഞ്ഞ് കയറി ചെല്ലും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവള് തെല്ലും പരിഭ്രമിച്ചില്ല. ഇവള് ഈ ഹസ്ബൻഡ് മരിക്കുമ്പോൾ ഏതാണ്ട് 5-6 മാസം പ്രഗ്നൻ്റാണ്. ഇവളൊരു ആൺകുട്ടിക്ക് ജന്മം നൽകി. ഈ ആൺകുട്ടിയെ നന്നായിട്ട് വളർത്തി. എല്ലാ ദിവസവും ദേവാലയ കാര്യങ്ങൾ ശ്രദ്ധിക്കും. തിരുവനന്തപുരം മറിവാനി സ്കൂളിൽ ജീസസ് യൂത്തിനൊരു ക്യാമ്പിൽ ഈ ഡോക്ടർ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെച്ചപ്പോൾ എനിക്ക് വല്ലാത്ത അതിശയം തോന്നി. അതിനുശേഷം ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ ഈ പെൺകുട്ടി വരുന്നപ്പോൾ ഈ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ, ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? ആരുമില്ല. ഈ പെൺകുട്ടി ഡോക്ടർ അക്സ പറഞ്ഞ ഒരു വാക്ക് എന്നെ വല്ലാതെ ഹൃദയത്തിൽ അത് കൊണ്ടു. അവർ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഈ മാറോട് ചേർന്ന് കിടക്കുന്ന ഈ ക്രൂശിത രൂപം കണ്ടു. ഒരു കൊന്തമാലയാണ്. അവൾ പറയാണ്, ഈ കൊന്തമാല, ഈ ക്രൂശിത രൂപം എൻ്റെ മാറോട് ചേർന്ന് കിടക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ ലോകത്തിൽ ഒന്നിനെക്കുറിച്ചും ഭയമില്ല. ഇവള് പറയും, അച്ഛൻ എൻ്റെ ടൈം ടേബിൾ കേൾക്കണം. എല്ലാ ദിവസവും രാവിലെ 4:30 ഞാൻ എഴുന്നേക്കും. 4:30 മുതൽ 5:30 വരെ ഞാൻ പ്രാർത്ഥിക്കും. 5:30 മുതൽ 6 മണി വരെ 6-6:15 വരെ അത്യാവശ്യ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കും. തുടർന്ന് കുളിച്ച് കുഞ്ഞിനെ എടുത്ത് 6:30-ക്കുള്ള ഇടവക ദേവാലയത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. തുടർന്ന് 8 മണിയോടുകൂടി മടങ്ങി വന്ന് കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുത്ത് കുഞ്ഞിനെ ഡേ കെയറിലാക്കി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും. വൈകിട്ട് 4:30 കഴിഞ്ഞ് കുഞ്ഞിനെ ഡേ കെയറിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് കുഞ്ഞിനോടുകൂടി അത്യാവശ്യമൊക്കെ കളിച്ച് അത്യാവശ്യത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരു 7 മണിക്ക് ഞങ്ങൾ 7 തൊട്ട് 8 മണി വരെ 1 മണിക്കൂർ സന്ധ്യാനമസ്കാരം നടത്തി പ്രാർത്ഥിക്കും. 8 മണിക്ക് കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുക്കും. കുഞ്ഞിനെ അത്യാവശ്യമൊക്കെ കളിപ്പിച്ച് 9 മണി കുഞ്ഞിനെ ഉറക്കും. 9 മണി മുതൽ രാത്രി 12-12:30 വരെ 3 മണിക്കൂർ ഈ പെൺകുട്ടി ബൈബിൾ വായിക്കുകയും മുട്ടുകുത്തുകയും കൊന്ത ചൊല്ലുകയും കുരിശിനെ വഴി നടത്തുകയും ചെയ്യും. എന്നിട്ട് പറയും, അച്ഛാ, ഈ ലോകത്തിലുള്ള എല്ലാ അബലരായ സ്ത്രീകൾക്ക് വേണ്ടി, എല്ലാ വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടതല്ലേ? പരിശുദ്ധമായ മാമോദീസ വെള്ളം വീണ ജനന സമയത്ത് തന്നെ വീണ് പാരമ്പര്യ ക്രിസ്ത്യാനികളെന്നൊക്കെ അഭിമാനിച്ച് നാം ജീവിക്കുമ്പോൾ നമ്മളിൽ എത്ര പേർക്ക് ഈ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രക്ഷ സ്വന്തമാക്കാനും ആ രക്ഷയിലേക്ക് വളരുവാനും സാധിച്ചിട്ടുണ്ട്? നിസ്കാരത്തിന്റെ തഴമ്പ് മാറാത്തൊരു പെൺകുട്ടി യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം യേശു ക്രിസ്തുവിന്റെ കുരിശിലാണ് രക്ഷ എന്ന് ജീവിതം കൊണ്ട് സാക്ഷിക്കുന്നുണ്ടെന്ന് വരികിൽ നമ്മളൊക്കെ ഇനിയും ഉണർന്നു പ്രവർത്തിക്കേണ്ടതില്ലെന്ന് ബോധപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധമായ വലിയ നോമ്പിൽ ഓരോ പ്രാവശ്യം കുരിശ് വരയ്ക്കുമ്പോഴും ഇത് എൻ്റെ രക്ഷയുടെ അടയാളമാണ് എന്ന ബോധ്യത്തോടുകൂടി വരയ്ക്കുവാനും ചുംബിക്കുവാനും അത് ആശീർവാദമായി സ്വീകരിക്കുവാനും നമുക്ക് കഴിയണം. ഇപ്പം രണ്ടാമത്തെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. മൂന്നാമത്തെ കുരിശിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇത് ക്ഷമയുടെ അടയാളമാണ്. ഇതെന്താണ്? ക്ഷമയുടെ അടയാളം. വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവെക്കാതെ കുരിശ് ക്ഷമയോടുകൂടി സ്വീകരിച്ചു. ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന് കുരിശിലൂടെയുള്ള ഒരു മരണത്തിലൂടെ അല്ലാതെ ഈ ഭൂമുഖത്ത് രക്ഷ സാധ്യമാക്കാമായിരുന്നു. എന്നാൽ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങി സ്വയം അവമാനം സഹിച്ച് മറ്റെല്ലാം മറന്ന് കുരിശോളം താഴ്ത്തപ്പെടുവാൻ യേശുക്രിസ്തു കാണിച്ച മനോഭാവമാണ് ഈ ജീവിതത്തിൽ ക്ഷമയെ അഭ്യസിക്കുവാനായി
നമ്മെ പ്രേരിപ്പിക്കുക. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും കുരിശ് വരയ്ക്കുമ്പോഴും നമ്മൾ സത്യത്തിൽ ഞാൻ ക്ഷമിക്കേണ്ടവനാണ്, ക്ഷമിക്കേണ്ടവളാണ് എന്ന ബോധത്തോടുകൂടി വരയ്ക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പരിശുദ്ധമായ നോമ്പ് ആരംഭിക്കുന്ന ദിവസം ഏത് ദിവസം എന്നറിയപ്പെടുക? ശുഭക്കോൻ എന്നറിയപ്പെടുക. എന്താണ് എൻ്റെ അർത്ഥം? ക്ഷമയുടെ ദിവസമാണ്. ക്ഷമിക്കേണ്ട എല്ലാവരോടും ക്ഷമിച്ച് നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പ് എന്തായി തീരത്തുള്ളൂ? അർത്ഥപൂർണമായി തീരത്തുള്ളൂ. മാതാപിതാക്കന്മാരോട്, സഹോദരങ്ങളോട്, അയൽവാസികളോട്, നമ്മെ ദ്രോഹിച്ചവരോട്, നാം ദ്രോഹിച്ചവരോടൊക്കെ ക്ഷമാപൂർവം വർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അഭിഷേകവും അനുഗ്രഹവും ഉണ്ടാവുകയുള്ളൂ. ക്ഷമിക്കുവാൻ മറന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ ദുരിതങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്. മാതാപിതാക്കന്മാരോട് ക്ഷമിക്കാതെ നമുക്ക് എങ്ങനെ ബലിയർപ്പിക്കുവാൻ സാധിക്കും? ജീവിത പങ്കാളിയോട് ക്ഷമിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും? ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്നിടത്തൊക്കെ ഇന്ന് അരക്ഷിതാവസ്ഥകളാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ തിരുവനന്തപുരത്തടുത്ത് വെഞ്ഞാറുമൂടിൽ 2 മണിക്കൂറിന്റെ ഗ്യാപ്പിനുള്ളിൽ 5 കൊലപാതകം നടത്തിയ ഒരു യുവാവിനെ കുറിച്ച് നിങ്ങൾ വായിച്ചു അല്ലേ? മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. മുത്തശ്ശിയെയും മാതാവിനെയും മാതാപിതാക്കളെയും കാമുകയും സ്വന്തം സഹോദരനെയും ഒക്കെ നിർദാക്ഷിണ്യം ഒരു തരത്തിലും സങ്കോചമില്ലാതെ ഈ ചെറുപ്പക്കാരൻ കൊല്ലാനിടയായത് എന്തിൻ്റെ കാരണത്തിലായാലും പ്രിയപ്പെട്ടവരെ ക്ഷമയെ അഭ്യസിക്കുവാൻ മറന്നുപോകുന്നത് കൊണ്ടാണ്. എവിടെ ക്ഷമയില്ലാതാകുന്നുണ്ടോ അവിടെ അരക്ഷിതാവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് മൂലപാപങ്ങൾ ഒന്നായി കോപത്തെ നമ്മൾ കണക്കാക്കുന്നത്. ഇത് മറ്റ് മാരകമായ പാപങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും. അതുകൊണ്ട് വൈരാഗ്യം മറന്ന്, പക മറന്ന്, ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ സാധിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർന്ന് ജീവിക്കുവാൻ സാധിക്കണം. ഇടുക്കിയിലെ മേരിഗിരി എന്ന് പറയുന്നൊരു ദേവാലയത്തിൽ ഞാൻ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. കുറെ നാളുകൾക്ക് മുമ്പാണ്. അവിടെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു വെച്ച ഒരു സാക്ഷ്യമുണ്ട്. പ്രിയപ്പെട്ട അച്ഛാ, എന്ന് ക്ഷമ അഭ്യസിച്ചോ അന്നാണ് എനിക്ക് ഐശ്വര്യം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ചെന്തുപറ്റി, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 മക്കളാണ്. അതിലേറ്റവും ഇളയവനാണ് ഞാൻ, 7ാമത്തവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ സ്വത്ത് ഭാഗം വെച്ച അവസരത്തിൽ ഞാൻ ഗൾഫിലൊരു ചെറിയ ജോലിക്കുള്ളത് ഞാൻ പോയി. ആ സമയത്ത് അപ്പനും അമ്മയൊക്കെ മരിക്കുന്നതിന് മുമ്പ് സ്വത്ത് ഭാഗം വെച്ചു. എനിക്ക് മറ്റ് 6 എൻ്റെ സഹോദരന്മാരും കൂടി ചേർന്ന് എന്നെ ഒരു സൈഡിലേക്ക് ഒതുക്കി. അങ്ങനെ എനിക്ക് കുറേ പാറക്കെട്ടുകളുള്ള കുറച്ച് ഭൂമിയാണ് കിട്ടിയത്. ഇനി ഒന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ചു കിടക്കുന്ന ഒരു ഭൂമി. എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ നല്ല ഏലമുള്ള സ്ഥലം, നല്ല കാപ്പിയുള്ള നല്ല സ്ഥലമുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് കുറേ പാറക്കൂട്ടമാണ്. ഞാൻ ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന് എൻ്റെ സഹോദരന്മാരുടെ ഒക്കെ ശത്രുത്വയിലായി. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും എൻ്റെ 6 സഹോദരന്മാരുടെ വീട്ടിൽ വിടത്തില്ല, ഒരു ഫംഗ്ഷനും പങ്കെടുക്കത്തില്ല. അവരുടെ ശത്രുത പകയായി. എപ്പോഴെങ്കിലും കിട്ടിയ വെടിവെച്ച് കൊല്ലണോ, തകർക്കണോ, വണ്ടിയിടിച്ച് കൊല്ലണോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാൽ വളരെ അപ്രതീക്ഷിതമായ ഒരു ധ്യാനം കൂടുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ക്ഷമയുടെ പാഠം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഈ മനുഷ്യൻ ചെയ്തെന്താ അറിയാമോ? അദ്ദേഹത്തിൻ്റെ 5 ഏക്കറോളം വസ്തുവുണ്ട്. 5 ഏക്കറോളം വരുന്ന അദ്ദേഹത്തിൻ്റെ വസ്തുവിൻ്റെ 4 ദിക്കുകളിലും 4 കുരിശിൻ്റെ രൂപം കോൺക്രീറ്റിൽ ഉണ്ടാക്കി നാട്ടിവെച്ചു. എന്ന് പറഞ്ഞു, ഈശോയെ, ഈ കരിങ്കലിൽ പൊന്നു വിളയിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ, നീ ഇടപെടണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മേരിഗിരിയിൽ മിറക്കിൾ ഗാർഡൻ എന്ന് പറയുന്നൊരു ഗാർഡൻ, എല്ലാത്തരം ഫലങ്ങളും വൃക്ഷങ്ങളും ഉള്ള ഒരു ഗാർഡൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ ഈ മണ്ണിലാണ്. യേശു ക്രിസ്തുവിൻ്റെ കുരിശ് നൽകുന്ന ക്ഷമയുടെ പാഠം ജീവിതത്തിൽ അഭ്യസിച്ചെടുക്കുവാൻ സാധിക്കുമ്പോൾ ഏത് കരിങ്കല്ലും പൊടിയും മണ്ണായിത്തീരും. ഏത് ഭൂമിയിലും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 15 നമ്മൾ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? മെച്ചമായ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുക. യേശു ക്രിസ്തുവിൻ്റെ കുരിശ് ക്ഷമയുടെ അടയാളമാണ്. എല്ലാ പകയും എല്ലാ വൈരാഗ്യവും എല്ലാ വിദ്വേഷവും മറന്ന് ക്ഷമിക്കുവാൻ സാധിക്കുമ്പോൾ
ജീവിതത്തിൽ അഭിഷേകത്തിന് മേൽ അഭിഷേകമുണ്ടാകും. നാലാമതായിട്ട് യേശുക്രിസ്തുവിനെ കുരിശ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് യഥാർത്ഥ യാഗപീഠമാണ്. ഒരു യാഗപീഠത്തിലേക്ക് ഒരു ബലിമൃഗത്തെ കൊണ്ടുപോകുന്നത് പോലെയാണ് യേശുക്രിസ്തു ആനയിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ക്രമത്തിൽ, തൂയോപ ക്രമത്തിൽ വിശുദ്ധ രഹസ്യങ്ങൾ അപ്പവും വീഞ്ഞും ഒരുക്കുമ്പോൾ വലിയ ഓസ്തി ഒരുക്കി വെക്കുന്ന സമയത്ത്, അപ്പം ഒരുക്കി വെക്കുന്ന സമയത്ത് അതിനെ റൂഷ്മ ചെയ്യുമ്പോൾ പ്രത്യേകമായി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്: കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിന് സദൃശ്യം അവൻ മൗനിയായി നിലകൊണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ കുരിശ് യഥാർത്ഥ യാഗപീഠമാണ്, ഒരു ബലിപീഠമാണത്. ഓരോ പ്രാവശ്യവും കുരിശ് വരയ്ക്കുമ്പോഴും അക്ഷരാർത്ഥത്തിൽ ഈ ബലിപീഠത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്ന ബോധ്യത്തോടുകൂടി കുരിശ് വരയ്ക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഇടവക ദേവാലയത്തിൽ 2 കാര്യങ്ങളാണ് നടക്കപ്പെടുന്നത്. എന്താണ്? ഒന്ന്, ബ്രേക്കിംഗ് ദ ബ്രെഡ്, അപ്പം മുറിക്കും. 2 എന്താണ്? ബ്രേക്കിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, യേശുവിൻ്റെ വചനം മുറിച്ചു. അപ്പം ഈ 2 കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് നാം പള്ളിയിലേക്ക് പോകുന്നത്. അല്ലാതെ അപ്പവും കുറച്ച് ചിക്കനും പാച്ചോറും കഴിക്കാനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്? അല്ല. ഈ ബലിപീഠത്തിൽ നിന്നും മുറിക്കപ്പെട്ട അപ്പം സ്വീകരിക്കുവാൻ, ഈ വചനമേശയിൽ നിന്നും മുറിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനും, അത് ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത് യേശുക്രിസ്തുവിന്റെ കുരിശ് യഥാർത്ഥ ബലിപീഠമാണെന്ന് ബോധ്യത്തോടുകൂടി ജീവിക്കാനുമാണ് നാം ഓരോ പ്രാവശ്യവും പള്ളിയിലേക്ക് പോകുന്നത്. ഓരോ പ്രാവശ്യം കുരിശ് വരയ്ക്കുമ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം: ഞാൻ യഥാർത്ഥ ബലിപീഠത്തിൻ്റെ ആശീർവാദമാണ് ഈ കുരിശ് വരയിലൂടെ സ്വന്തമാക്കുന്നത്. ഇത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുമ്പോൾ നമുക്കിതൊക്കെ യാന്ത്രികമായി തോന്നും. ഓരോ കുടുംബവും ഗാർഹിക സഭയെന്നാണ് കത്തോലിക്ക സഭയിൽ 2-ാം വത്തിക്കാൻ സുന്നകദോസ് പഠിപ്പിച്ചത്. അതായത് ഇടവക ദേവാലയം ഒരു സമൂഹത്തിന്, ഒരു പ്രദേശത്തിൻ്റെ ഇടവകയായി, സഭയായി നിലകൊള്ളുമ്പോൾ ആ ഇടവക സഭയിലേക്ക് ഒരു കുടുംബം മറ്റൊരു ഗാർഹിക സഭയാണ്. ആ കുടുംബത്തിൽ ബലിയർപ്പകരായി അപ്പനും അമ്മയും മാറി ആ ബലിയർപ്പണത്തിൻ്റെ പൂർണ്ണത ഇടവക ദേവാലയത്തിന് ബലിപീഠത്തിൽ അർപ്പിച്ചു കഴിയുമ്പോഴാണ് ആ കുടുംബത്തിൻ്റെ ബലി പൂർണ്ണമാകുന്നത്. ഓരോ പ്രാവശ്യവും കുരിശ് വരയ്ക്കുമ്പോഴും യഥാർത്ഥ ബലിപീഠത്തോട് ചേർന്ന് കുരിശ് വരയ്ക്കേണ്ടവനാണ് എന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ വരച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ അഭിഷേകവും അനുഗ്രഹവും ഉണ്ടാകും. അതുകൊണ്ട് ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയോട് ഹൃദയപൂർവമായൊരു അടുപ്പം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. ഈ കുരിശിൽ കിടന്നുകൊണ്ടാണ് അവൻ മുറിക്കപ്പെടുന്നത്, അവൻ നുറുക്കപ്പെടുന്നത്. അതേ നുറുക്കപ്പെട്ട അപ്പമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് ലഭിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ശശി ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രഘോഷകനുണ്ട്. ഉത്തരേന്ത്യയിൽ ഈ ശശി ഇമ്മാനുവേൽ ദൈവത്തിൻ്റെ വചനം ഒരു കൊടുങ്കാറ്റായി, ഏതാണ്ട് 1990 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ കൊടുങ്കാറ്റായി ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചൊരു മനുഷ്യനാണ്. തിരുവനന്തപുരത്ത് അടുത്തുനിന്നൊരു സ്ഥലത്ത് നിന്ന് ഈ മനുഷ്യൻ കടബാധ്യത കയറി, കുടുംബം കുട്ടിച്ചോറായി, എല്ലാം തകർന്ന് തരിപ്പണമായി. അപ്പൻ തൂങ്ങി മരിച്ചു, അപ്പം വരുത്തി വെച്ച കടബാധ്യത ഒരു സൈഡിൽ. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഉള്ളത് വിറ്റുപറക്കി അത്യാവശ്യ കടമൊക്കെ വീട്ടി അമ്മയും കൊണ്ട് ഉത്തരേന്ത്യയിലേക്ക് പോയി. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വർക്ക്ഷോപ്പിൽ ജോലി നോക്കി ഈ പയ്യൻ ജീവിക്കുകയായി. ഒരു ദിവസം വർക്ക്ഷോപ്പിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ അമ്മ ഇവനോട് പറയും: മോനെ, എനിക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദനയുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്, വേദനയുണ്ടെന്ന്. നമ്മുടെ വീട്ടിലും അങ്ങനെയൊക്കെയാണ്. വീട്ടിൽ അമ്മയ്ക്ക് വേദന വന്നാൽ നമ്മൾ ആരും അറിയോ? ഇല്ല. എത്ര വേദനയുണ്ടെങ്കിലും അമ്മ പറയത്തില്ല. ഏന്തി വലിഞ്ഞുമൊക്കെ ആണെങ്കിലും പോയി അരി അടുപ്പത്തിടുക, സാമ്പാർ വെക്കുക, ചോറ് വെച്ച് കൊടുക്കുക. പിന്നെ അമ്മ എന്താണ്, ഇനിയും ചെയ്യാൻ കെൽപ്പില്ലാതെ വരുന്ന തളർന്നു കിടക്കുമ്പോഴേ അമ്മമാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഈ അമ്മയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഈ അമ്മ പറഞ്ഞു: മോനെ, എനിക്ക് വലിയ വേദനയാണ്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പൻ്റെ നിരന്തരമായ പീഡനത്തിൽ
ചിരവയെടുത്ത് തലവരെ തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും വേദന അറിയാത്തിരുന്ന ഈ അമ്മ വേദനയാന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയെ കൂട്ടി തൊട്ടടുത്തുള്ളൊരു ക്ലിനിക്കിൽ, ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഈ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമറാണ് എന്ന് മനസ്സിലാകും, ക്യാൻസറാണ്. ഇനി ഏതാനും നാളുകൾ കൂടി ഒന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ, ഫൈനൽ സ്റ്റേജാന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഈ അമ്മയെ ആ മിഷൻ ഹോസ്പിറ്റലിൽ, സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലിൽ ഈ അമ്മയെ പ്രവേശിപ്പിച്ചു. ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ പ്രത്യേകമായ പരിചരണത്തിൽ ഈ അമ്മയാക്കി. ഈ പയ്യൻ, ഈ ശശീന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം പോയി ഡോക്ടറോട് പറയും, ഡോക്ടറെ, അങ്ങനെ വലിയ ചുറ്റുപാടും സാമ്പത്തിക ഭദ്രതയുമുള്ള ഒരാളെന്നല്ല, എന്നാൽ ഞാൻ എല്ലാം മുറിയെ പണിയെടുക്കാം, എൻ്റെ ആയുസ് മുഴുവൻ ഈ ഹോസ്പിറ്റലിന് വേണ്ടി ഞാൻ ചിലവഴിക്കും, എനിക്ക് 5 പൈസ നിങ്ങൾ തരണ്ട, പക്ഷെ എനിക്ക് ഒറ്റ വ്യവസ്ഥയുള്ളൂ, എൻ്റെ അമ്മയെ ജീവിപ്പിക്കണം. അങ്ങനെ ഈ അമ്മയെ നിരന്തരമായ വൈദ്യപരിശോധനയ്ക്കും ട്രീറ്റ്മെൻറ്റിനുമൊക്കെ വിധേയാക്കി. അങ്ങനെ എനിക്ക് ഈ പയ്യൻ അമ്മയ്ക്ക് മരുന്ന് വാങ്ങുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ മിഷൻ ഹോസ്പിറ്റലിൻ്റെ മധ്യഭാഗത്തൊരു ചെറിയ ചാപ്പലിൽ വിശുദ്ധ കുർബാന നടക്കുകയാണ്. അപ്പോൾ ഈ ശശീന്ദ്രന് വെറുതെ ആ ദേവാലയത്തിനുള്ളിലേക്ക്, ചാപ്പലിലേക്ക് കയറിയപ്പോൾ എത്തിയും ക്രമത്തിൽ വിശുദ്ധ കുർബാന തിരുവോസ്തി എടുത്ത്, ദിസ് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇതെൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, നിങ്ങൾക്കായി വിഭജിക്കപ്പെടുന്ന ശരീരമെന്ന് പറഞ്ഞ് പുരോഹിതൻ ഉയർത്തുന്ന സമയമാണ്. ഇത് സ്വീകരിക്കുന്നവനെ നിത്യജീവനിലേക്ക് ആനയിക്കും. ഇത് കേട്ടതും ഈ ശശീന്ദ്രൻ്റെ മനസ്സിലൊരു വെള്ളിടി ഉണ്ടായി. ഇവൻ പുറകിലൂടെ ചെന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഏതോ ഒരു സാധനം, വെളുത്ത സാധനം എടുത്തുയർത്തി പറഞ്ഞില്ലേ, നിത്യജീവൻ നൽകുന്ന സാധനമാണ് എന്ന്, അതിനെ കുറച്ചെനിക്ക് തരണം, എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനാണ്, എൻ്റെ അമ്മ അത്യാസര നിലയിലാണ്, എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മിഷൻ ഹോസ്പിറ്റലിലെ അച്ഛൻ, ചാപ്ലയിൻ, വളരെ സൗമ്യനസ്യത്തോടെ ഇദ്ദേഹത്തെ കേട്ടു, അമ്മയൊക്കെ കണ്ടു. അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞ് ഈ അമ്മ ആ മാമോദിസയൊക്കെ സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ദിവസം ആ ചാപ്പലിൽ ഏതാനും സിസ്റ്റേഴ്സും ഹോസ്പിറ്റൽ ജീവനക്കാരും ഒക്കെ മാത്രം മുമ്പോ ഒരു വീൽ ചെയറിൽ കൊണ്ടുവന്ന് ഈ അമ്മയ്ക്ക് ഈ വിശുദ്ധ കുർബാന നൽകുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് ഈ അമ്മ വീൽ ചെയറിൽ നിന്നും ഊർന്നിറങ്ങി താഴേക്ക് വീണു. ഇപ്പോൾ ഡോക്ടർമാർക്കൊക്കെ മനസ്സിലായി ഇത് തീർന്നു കിട്ടി, കാരണം അത്യാസന്ന നിലയിലായ രോഗിയാണ്. ഉടൻ തന്നെ സ്ട്രെച്ചറിൽ ICUയിലേക്കൊക്കെ മാറ്റി, വെന്റിലേറ്ററൊക്കെ മാറ്റാൻ നോക്കുന്നു, സ്കാനിങ്, നിരന്തര ചെക്കപ്പ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും മണിക്കൂർ കഴിഞ്ഞ് അതേ ഡോക്ടർമാർ, കഴിഞ്ഞ കുറേ നാളുകളായി നോക്കി അതേ ഡോക്ടർമാർ പറയുകയാണ്, ഈ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ഇല്ല. വിശുദ്ധ കുർബാനയുടെ യോഗ്യതയോടുകൂടിയുള്ള ഒറ്റ സ്വീകരണം ഒരു സാധു സ്ത്രീ, ഒരു വീട്ടമ്മയെ ഒരു രക്ഷയുടെ പാതയിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരൻ, അന്നു മുതൽ ഈ ശശീന്ദ്രൻ, ശശി ഇമ്മാനുവേലായി തീപ്പൊരി പ്രസംഗം നടത്തുന്ന ഒരു സുവിശേഷ പ്രസംഗകനായി മാറി. ക്രിസ്തുവിൻ്റെ കുരിശ് യഥാർത്ഥ യാഗപീഠമാണ്. ഈ യാഗപീഠത്തിൽ നിന്നുള്ള കൃപയാണ് നാം സ്വീകരിക്കുന്ന ബോധ്യത്തിൽ കുരിശ് വരയ്ക്കാൻ ഒന്ന് പരിശ്രമിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ അഭിഷേകവും അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ഉണ്ടാകും. അപ്പോൾ ഒന്നാമതായി നമ്മൾ കണ്ടത് കുരിശ് എന്താണ്? ആശ്വാസത്തിൻ്റെ ചിഹ്നമാണ്. രണ്ടാമത് രക്ഷയുടെ അടയാളമാണ്. മൂന്നാമത് ക്ഷമയുടെ അടയാളമാണ്. 4 ഇത് യഥാർത്ഥ യാഗപീഠമാണ്. അഞ്ചാമതായി കുരിശ് പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം, ഇത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം 3:17 നമ്മൾ കാണുന്നു. ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവം തൻ്റെ ഏകജാതൻ എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് അയക്കുന്നു. ഭൂമിയിൽ വരുന്ന യേശു നമ്മെ അത്രമാത്രം സ്നേഹിച്ച് അപ്പമായി തീരുന്ന യേശു തൻ്റെ കുരിശു മരണത്തിലൂടെ നമ്മെ ഹൃദയപൂർവ്വം സ്നേഹിക്കുകയാണ്. ഓരോ പ്രാവശ്യവും കുരിശ് വരയ്ക്കുമ്പോഴും നാം സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവനാണ്, വിളിക്കപ്പെട്ടവളാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. സ്നേഹത്തിൻ്റെ കുറവുള്ളതൊക്കെ പരിഹരിക്കപ്പെടുന്നത് കുരിശുവരയിലൂടെയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. സ്നേഹത്തിൻ്റെ കുറവുകൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ദുരിതങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്. ഇന്ന് കുടുംബങ്ങളിൽ ഈ സ്നേഹത്തിൻ്റെ കുറവുകൾ അത് വലിയ മാരകമായ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്.
പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം പോകുന്നത്. ഒരു കുടുംബത്തിൽ ഒരേ കൂരയിൽ അന്തിയുറങ്ങുന്നവർ നിരന്തരമായി സംസാരിക്കുവാൻ മെനക്കെടാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ വീട്ടിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. വീട്ടിലെല്ലാവരും എത്ര ഹൃദയപൂർവ്വം സംസാരിക്കും. എല്ലാവരും ഓട്ടപ്പാച്ചിലാണ് അല്ലേ? രാവിലെ എഴുന്നേൽക്കുന്നു, ചോറ് വാരി കെട്ടുന്നു, പോകുന്നു, വൈകിട്ട് കൊണ്ടും തള്ളുന്നു, തളർന്നുറങ്ങുന്നു, പിന്നെ പോകുന്നു. നമുക്ക് സംസാരിക്കുവാൻ, പരസ്പരം ഒന്ന് പറയുവാൻ, അഡ്ജസ്റ്റ് ചെയ്യുവാൻ, കാര്യങ്ങൾ ഹൃദയപൂർവ്വം തുറന്നു പറയുവാൻ സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. ഞാൻ 6-7 വർഷക്കാലം തിരുവനന്തപുരം മാറിവാനീസ് കോളേജിലും ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലും താമസിച്ചിട്ടുള്ള ഒരാളാണ്. എന്നെ ഭയപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം, എൻ്റെ ആരംഭ കാലഘട്ടങ്ങളിലൊക്കെ ഈ ഹോസ്റ്റലിൽ രാത്രിയിലൊക്കെ നല്ല ബഹളങ്ങളുണ്ട്. ബഹളം വെച്ചാൽ കുട്ടികളുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ. പിന്നീടുള്ള ഈ സമയത്ത് നിങ്ങൾ ഹോസ്റ്റലിൽ 400, നമ്മൾ വരട്ടുകയും ബഹളമൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും 400-450 പേരുള്ള ഈ ഹോസ്റ്റലിൻ്റെ വരാന്തയിൽ നിങ്ങൾ നടന്നു പോയാൽ ഒരു ബഹളം പോലും കേൾക്കത്തില്ല. കാരണം എന്താണ്? ഇവന്മാര് മുറിയിലിരുന്ന് സാധനത്തെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസാരമില്ല, ശബ്ദമില്ല, നിശബ്ദതയാണ്. ഈ നിശബ്ദത നമ്മെ വല്ലാതെ ഭയപ്പെടുത്തേണ്ടുന്നൊരു കാലഘട്ടമാണിത്. തുറന്നു പറയുവാനും സംസാരിക്കുവാനും ഒക്കെ സാധിക്കാതെ പോകുന്നിടത്ത്, സ്നേഹം പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കാതെ പോകുന്നിടത്ത് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കുടുംബങ്ങളിൽ നിരന്തരമായി സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. മാതാപിതാക്കൾ കുട്ടികളോട് സംസാരിക്കണം, കുട്ടികൾ മാതാപിതാക്കന്മാരോട് പങ്കുവയ്ക്കണം. കൊച്ചുകുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ മാതാപിതാക്കന്മാർ ചോദിക്കണം, ഇന്ന് എന്നാ പറ്റിയേ, ഇന്ന് എന്തൊക്കെ സംഭവിച്ചു, എന്നാ പഠിപ്പിച്ചേ, ഇന്ന് കൂട്ടുകാരെന്തൊക്കെ പറഞ്ഞു. നിരന്തരമായി സംഭാഷണത്തിൽ ഏർപ്പെടണം. കുറേ ചോറും കറിയും നൂഡിൽസും വെച്ച് പുഴുങ്ങിക്കൊടുത്ത് തൃപ്തരായി നിങ്ങൾ കുടുംബജീവിതം നയിക്കരുത്. ഹൃദയപൂർവ്വം സംസാരിക്കപ്പെടുമ്പോഴേ അവിടെ സ്നേഹം ആഘോഷിക്കപ്പെടുകയുള്ളൂ. കുരിശ് വരെ അക്ഷരാർത്ഥത്തിൽ നമ്മെ, കുടുംബത്തെ സ്നേഹത്തിൻ്റെ ഊട്ടുപുരകളായി രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. എല്ലാ ദിവസവും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുവാൻ കുടുംബങ്ങൾ മെനക്കെടുത്തുന്നവരിൽ, ഭവന പ്രാർത്ഥന മുടക്കം കൂടാ നടത്തുന്നവരിൽ ആ കുടുംബം സ്നേഹത്തിൻ്റെ ഊട്ടുപുരകളായി രൂപപ്പെടും. കുരിശ് വരയ്ക്കുവാൻ മറന്നു പോകുന്നത് കൊണ്ട്, കുടുംബ പ്രാർത്ഥനകൾ മുടക്കം വരുത്തുകൊണ്ട്, മറ്റു പല കാര്യങ്ങളുടെയും പേരിൽ പ്രാർത്ഥന മാത്രം മാറ്റിവെക്കുന്നത് കൊണ്ടാണ് കുടുംബം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോവുകയും, സ്നേഹം വറ്റിപ്പോകുന്നിടത്ത് പിശാച് കടന്നുകൂടുകയും അത് യുദ്ധക്കളമായി, കുരുതിക്കളമായി രൂപാന്തരീകരണം സംഭവിക്കുന്നത്. നിങ്ങളിതിനെ ശ്രദ്ധപൂർവ്വം ധ്യാനിച്ചു നോക്കിക്കേ. ഓരോ പ്രാവശ്യവും കുരിശ് വരയ്ക്കുമ്പോൾ ഇത് എന്നെ സ്നേഹിക്കുവാനുള്ളതാണ്, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തോടുകൂടി വരച്ചു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ അഭിഷേകവും അനുഗ്രഹവും ഉണ്ടാകും. ഹൃദയപൂർവ്വം സ്നേഹിച്ച ഒരു ജീവിത പങ്കാളിയെക്കുറിച്ച് പറഞ്ഞു തരാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു സ്നേഹസദൻ എന്ന് പറയുന്ന സ്ഥലത്ത് വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥന നടത്തുവാനും അവിടെയുള്ളവർക്ക് ഒരു ചെറിയ സന്ദേശം കൊടുക്കുവാനും പോകാൻ പതിവുണ്ട്. ആ സ്നേഹസദനിൽ വന്ന് താമസിക്കുന്നത് ഏതാണ്ട് 100 സിംഗിൾ റൂമുകളുള്ള ഒരു സ്ഥലമാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ RCC ശ്രീചിത്ര എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ വരുന്ന നിർധനരായ മനുഷ്യർക്കുള്ള ഫ്രീ ആയിട്ട് താമസിക്കുന്ന സഭയുടെ സ്ഥാപനം. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്കോടെ സന്ധ്യാനമസ്കാരവും ചെറിയൊരു വചന സന്ദേശമുണ്ട്. അപ്പം ഞാൻ നിരന്തരം പോകും. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ദിവസം ഒരു കപ്പിൾസിനെ കണ്ടെത്തുന്നത്. വളരെ സുന്ദരയായ ഒരു പെൺകുട്ടിയും വളരെ സുന്ദരനായ ഒരു ആൺകുട്ടിയും. വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 2 മാസങ്ങളേ ആയുള്ളൂ. അവരെ കണ്ടാൽ നമ്മൾ പറയും ആങ്ങളെയും ഒരുപോലെ ഇരിക്കും. വളരെ സുന്ദരിയാണ് അവള്, നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ. അവരെ കാണുമ്പം ചേരേണ്ടുന്ന ബന്ധമാണെന്നും ദൈവം യോജിപ്പിച്ചാണെന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ മനോഹരമായ ഒരു ദമ്പതികൾ. പക്ഷേ ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴാണ് അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ് എന്ന് അറിയുന്നത്. ഈ ചെറുപ്പക്കാരൻ ഇവളോട് കാണിച്ച സ്നേഹം, പ്രിയപ്പെട്ടവരെ,
അതിശയിപ്പിക്കുന്ന സ്നേഹമാണ്. ഇവളെ 2 മാസത്തെ മാത്രം ദാമ്പത്യ ജീവിതമുള്ള, വെറും 60 ദിവസത്തെ മാത്രം പരിചയമുള്ള ഇവരുടെ ജീവിതം. ഒരു സ്നേഹിച്ച് ലവ് മാരേജൊന്നുമായിട്ട് വിവാഹം കഴിച്ച അറേഞ്ച്ഡ് മാരേജാണ്. 60 ദിവസത്തെ മാത്രം കണ്ടുമുട്ടൽ മാത്രമുള്ള ഇവരുടെ ജീവിതം. എന്നാൽ രക്താർബുദം, ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ടും ഈ പെൺകുട്ടി അവൻ തള്ളിക്കളഞ്ഞില്ല. ഏതാണ്ട് 9 കീമോതെറാപ്പി ഇഞ്ചെക്ഷൻസ് പറയുമ്പോൾ ഓരോ പ്രാവശ്യം ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും പരിചരിക്കുന്നതും ഇവളെ ആവർത്തിച്ച് സ്നേഹിക്കുന്നതുമൊക്കെ ഇവനൊരു മുടക്കവും വരുത്തിയില്ല. അങ്ങനെ ആദ്യത്തെ 3-4 ഇഞ്ചെക്ഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഇവളെ വിരൂപയായിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഇടതൂർന്ന മുടിയൊക്കെ കൊഴിഞ്ഞ് തലയൊക്കെ മൊട്ടത്തലയായി. അവളുടെ നല്ല കൈ കറുത്ത ക്യൂട്ടക്സ് ഒക്കെ ഇട്ടതുപോലായി. അവളുടെ മുഖം, സൗന്ദര്യമുള്ള ശോഭയുള്ള മുഖമൊക്കെ രക്തത്തിൻ്റെ വറ്റി കറുത്ത് ഇരുണ്ടു തുടങ്ങി. വിരൂപയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പെൺകുട്ടിയെ അത്രമാത്രം ഹൃദയപൂർവ്വം സ്നേഹിച്ചു. ഓരോ ദിവസവും കീമോതെറാപ്പി കഴിഞ്ഞ് വരുമ്പോൾ ഇവൾക്ക് പിന്നീട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. 1-2 ദിവസത്തേക്ക് ഭയങ്കര വൊമിറ്റിംഗ് ആണ്. പക്ഷെ ഇവന് വീണ്ടും വീണ്ടും ഒക്കെ കഞ്ഞി കൊടുക്കുക, ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുക, ഇച്ചിരി ആരോഗ്യം വരുമ്പോഴത്തേക്ക് അവളെ പുറത്തേക്ക് കൊണ്ടുപോവുക, ട്രിവാൻഡ്രത്ത് ഏതെങ്കിലും പാർക്കിൽ കൊണ്ടുപോവുക, തിയേറ്ററിൽ കൊണ്ടൊരു സിനിമ കാണിക്കും. ഇങ്ങനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുകയാണ്. ഒരു ദിവസം ഹസ്ബൻഡിനോട് പറഞ്ഞു, ചേട്ടാ, ഒരു പക്ഷേ വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ് എനിക്ക് രോഗമുണ്ടെന്നറിഞ്ഞാൽ ഞാൻ എന്നേ മരിച്ചു പോകുമായിരുന്നു. പിന്നെ എന്തിനാണ് ചേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഇവള് പറഞ്ഞു, ചേട്ടാ, എന്നെ അങ്ങ് മറന്നേരെ. 60 ദിവസത്തെ പരിചയമല്ലേ നമ്മൾ തമ്മിലുള്ളൂ. ചേട്ടൻ സുന്ദരനാണ്, ആരോഗ്യമുള്ളവനാണ്, നല്ല ജോലിയുള്ളതാണ്. ഇനിയും എനിക്ക് തിരികെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്ന് അങ്ങയുടെ ഉത്തമയായൊരു ഭാര്യയായിട്ടൊന്നും ജീവിക്കാനൊരു പക്ഷേ സാധിക്കത്തില്ല. അതുകൊണ്ട് എന്നെ വിട്ടേര്, ഞാൻ എൻ്റെ വഴിക്ക് പോകാം. ചേട്ടൻ പോയൊരു കല്യാണമൊക്കെ കഴിക്കുക. ഈ പെൺകുട്ടിയുടെ വാപൊത്തി പിടിച്ചിവൻ പറഞ്ഞു, നീ അങ്ങനെ പറയരുത്. നീ എൻ്റെ ഭാര്യ, ദൈവം എനിക്ക് തന്നതാണ് നിന്നെ സ്നേഹിക്കാൻ. അതുകൊണ്ട് ജീവിതത്തിൽ മരണം വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നിടം വരെ ഇതിനകത്ത് മാറ്റമില്ല. അങ്ങനെ 7ാമത്തെ കീമോതെറാപ്പിക്ക് ഇവളെ RCCയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഇവളെ സ്ട്രെച്ചറിൽ കിടത്തി ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവൻ്റെ കൈ പിടിച്ചിട്ട് പറയും, ചേട്ടാ, ഞാനൊന്ന് ആവർത്തിച്ച് പറയാ, എന്നെ മറക്കണം, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്നെ മറക്കണം, എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം. ഇവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പെൺകുട്ടിയുടെ മുഖത്തിട്ട് ഒരൊറ്റ അടി കൊടുത്തു. അതുവരെ അവൻ കൈവച്ചിട്ട് അടിച്ചിട്ടേയില്ല. അത്രമാത്രം സ്നേഹിച്ചവനാണ്. അവൻ പറഞ്ഞു, നിന്നോട് പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലേ, ഇത് മേലാൽ പറയരുത്. പ്രിയപ്പെട്ടവരെ, ആ കീമോതെറാപ്പി ഇഞ്ചക്ഷൻ കൂടി അവൾ എടുത്തുള്ളൂ. അന്ന് വൈകിട്ട് ഈ ചെറുപ്പക്കാരനെ വിളിച്ചു പറയാം, അച്ഛാ, സ്വർഗത്തിൽ നിന്നൊരു മാലാഖയുടെ കുറവുണ്ട്. ദൈവം മാലാഖയെ ചോദിച്ചാൽ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ RCCയിൽ ചെല്ലുമ്പോൾ ഇവിടെ മൃതശരീരത്തിൽ ഇങ്ങനെ കമന്നു വീണ് കിടക്കുന്ന ഈ ചെറുപ്പക്കാരൻ, ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ തോളിലേക്ക് ചാർന്ന് ഇവൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഈ നല്ല മാലാഖയെ സ്വർഗത്തിന് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നെങ്കിൽ മാത്രമേ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. തനിക്ക് ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഒരു പക്ഷേ കൂട്ടുണ്ടാകേണ്ടുന്ന ജീവിത പങ്കാളി ഈ വിവാഹം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ രക്താർബുദം ബാധിച്ചവളാണെന്ന് മനസ്സിലാകുമ്പോൾ അവളെ എങ്ങനെയെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് വരുന്ന വണ്ടിക്ക് കയറി പോകാമെന്ന് വിചാരിച്ച് ഇവൻ പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ പിന്നീട് ഒരു 4 മാസത്തേക്ക് കൂടി ജീവിക്കാൻ ഈ പെൺകുട്ടി ഉണ്ടാകുമായിരുന്നില്ല. പിന്നീട് ഒരു 4 മാസത്തോളം ഇവളെ സ്നേഹിച്ചും പരിചരിച്ചും ഒരു യഥാർത്ഥ ഭർത്താവായി, ഉത്തമനായ ഭർത്താവായി ഇവൻ ജീവിച്ച് കാണിച്ചു. ഈ ചെറുപ്പക്കാരൻ ഇന്നും വിവാഹം കഴിക്കാതെ ഇന്നും ഈ പെൺകുട്ടിയുടെ 6 മാസത്തെ ജീവിതത്തിൽ ഇവൻ സ്വീകരിച്ച അതേ സ്നേഹം മാത്രം അയവിറക്കി ജീവിക്കുകയാണ്.
ആൾക്കാരും ബന്ധുക്കളൊക്കെ ആവർത്തിച്ച് പറഞ്ഞു, ഈ ഒരു കല്യാണം കഴിക്കണം. ഞാൻ പറഞ്ഞു, ഇനിയും സ്വർഗത്തിൽ ചെന്നിട്ട് മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശ് വരയ്ക്കുന്നത് ഞാൻ സ്നേഹിക്കപ്പെടാനാണ്, സ്നേഹിക്കപ്പെടേണ്ടവനാണ്, സ്നേഹം പങ്കുവെക്കേണ്ടവനാണെന്ന് ബോധ്യത്തോടെയായിത്തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഭിഷേകവും അനുഗ്രഹവും ഉണ്ടാകും. ആറാമതായിട്ട് കുരിശ് പഠിപ്പിക്കുന്നൊരു പാഠം, ഇത് വാക്കും പ്രവൃത്തിയും സമ്മേളിച്ച യാഗപീഠമാണ്. യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞ യാതൊന്നും മാറ്റിപ്പറയാൻ ശ്രമിച്ചിട്ടില്ല. ഒരു കരണത്തടിക്കുന്നവൻ എന്ത് ചെയ്യണം? മറുകരണം കാട്ടിക്കൊടുക്കണം. നിന്റെ ഉടുപ്പെടുക്കാനായിട്ട് ഉദ്യമിക്കുന്നവനെ മേലങ്കി എടുക്കാൻ ഉദ്യമിക്കുന്നവൻ്റെ ഉടുപ്പ് കൂടി കൊടുക്കണം. ശത്രുക്കളെ സ്നേഹിക്കണം. ഹൃദയപൂർവ്വം പഠിപ്പിച്ച ക്രിസ്തുനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് ഇതൊന്നും മാറ്റിപ്പറയുന്നില്ല. തന്നെ ആക്ഷേപിച്ചവരോട്, മുഖത്ത് തുപ്പിയവരോട്, ചമ്മട്ടിയടിച്ചവരോട്, കാരിരുമ്പാണി കൊണ്ട് ഈ മരക്കഷ്ണത്തിലേക്ക് ആഞ്ഞടിച്ചവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ തയ്യാറാകുന്ന ക്രിസ്തു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ യേശു നമ്മോട് പറയുകയാണ്, എൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നാണ്. ഒരിക്കലും കൂട്ടുമുട്ടാത്ത ട്രെയിൻ പാളം പോലെ നമ്മുടെ വാക്കും പ്രവൃത്തിയും മാറിപ്പോകുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പാളിച്ചകൾ പറ്റിപ്പോകുന്നത്. വാക്കും പ്രവൃത്തിയും ഒന്നായി തീരുമ്പോൾ ജീവിതത്തിൽ അഭിഷേകമുണ്ടാകും. വിശുദ്ധ ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: വാക്കിൽ പിഴയ്ക്കാത്തവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവന് തൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരികയില്ല. നീതിയോടെ വിധിക്കുന്ന ന്യായാധിപനായ ദൈവം അന്ത്യവിധിയുടെ നാളിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അനുസൃതമായി വിധി പ്രസ്താവിക്കുന്ന ഒരു സമയമുണ്ട്. നാം ചെയ്യുന്ന വാക്കുകൾക്ക്, നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക്, ചെയ്തുപോയ എല്ലാ അപരാധങ്ങൾക്കും തക്ക വിധത്തിൽ പ്രതിഫലം നൽകുന്നൊരു ദിവസം. അന്ന് നീതിപൂർവം ആ ന്യായാസനത്തെ സമീപിക്കണമെന്ന് വരികിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നാണ് എന്ന് പറഞ്ഞു ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം 7-ാമതായി കുരിശ് പഠിപ്പിക്കുന്ന പാഠം, ഇത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇത് സഹനത്തിൻ്റെ അടയാളം. ഇതെന്താണ്? സഹനത്തിൻ്റെ അടയാളമാണ്. കുരിശ് മരണം അതിദാരുണമായ ഒരു മരണമാണ്. 3 ആണികളിന്മേൽ ഒരു മനുഷ്യനെ, പച്ച മനുഷ്യനെ കുരിശിൽ തറച്ചിടുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദന അതിദാരുണമായ ഒന്നാണ്. സാധാരണ നമ്മൾ ക്രൂശിത രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രകാരന്റെ ഭാവനയും നമുക്ക് കാണാം. അവൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു തടിക്കഷ്ണം വെച്ചു കൊടുത്തായി. എന്നാൽ യഥാർത്ഥ കുരിശുമരണത്തിന് അങ്ങനെയില്ല. 3 ആണികളുമേ തന്നെ ഈ കുരിശിൽ കിടക്കണം. ഇനി കുരിശിൽ ആണി തറയ്ക്കണം നിർബന്ധമില്ല. ചിലരത് കയറുകൊണ്ട് കെട്ടി മുറുക്കി കുരിശിൽ വെച്ചിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണം 3 ആണികളുമേ തറച്ചു തന്നെയാണ്. 3 ആണികളുമേ കുരിശിൽ തറച്ചു കിടക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ ശരീരത്തിൻ്റെ ഭാരം അവനെ താഴേക്ക് കൊണ്ടുപോകും. ഈ കയ്യിൽ താങ്ങി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് താഴേക്ക് ഭാരം പോകുമ്പോൾ ആ ഭാരം ചെന്ന് നിൽക്കുന്നത് കാലിലൂടെ അടിച്ചു കയറ്റിയ ആണിയിലാണ്. അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന വേദന ഈ ശരീരം ഉയരുവാനായിട്ട് പ്രേരിപ്പിക്കും. ഇപ്പൊ സാധാരണഗതിയിൽ കുരിശു മരണത്തിൽ തറയ്ക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ വേദന കൊണ്ട് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഉയരുകയും ചെയ്യുമ്പോൾ ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഡയഫ്രം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ശ്വാസം എടുക്കാനും വിടാനും പറ്റുക. ആ ഡയഫ്രം സ്റ്റക്കാവും, ശ്വാസം മുട്ടും. അപ്പം ശ്വാസം എടുക്കാൻ പറ്റാതെ പിടഞ്ഞാണ് ഓരോ മനുഷ്യനും കുരിശിൽ മരിക്കുക. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിന് മറ്റൊരു ചിത്രമുണ്ട്. അവൻ 40-1 കുറയാതെ ചമ്മട്ടിയടിയേറ്റ് അവൻ ഈ കുരിശുമരത്തിലേക്ക് നടന്നെടുത്തവനാണ്. ജീവിതത്തിൽ ഇത്രമാത്രം പ്രതിസന്ധികളിലൂടെ
ക്രിസ്തു കടന്നുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഈ കുരിശിനെ നോക്കി യാത്ര ചെയ്താൽ മാത്രം മതി. കുരിശ് സഹനത്തിൻ്റെ യഥാർത്ഥ പീഠമാണ്. ജീവിതത്തിൽ ഏത് വേദനകളും നിങ്ങൾക്ക് ഒന്ന് മറക്കണമെന്ന് ആഗ്രഹമുണ്ടോ, ഈ കുരിശോട് ചേർന്ന് ജീവിച്ചാൽ മാത്രം മതി. ഒരു മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറയുന്ന 3 എന്തൊക്കെയാണ്? 1 ആഹാരം, 2 വസ്ത്രം, 3 പാർപ്പിടം. ഈ 3 കാര്യങ്ങളും അന്യം നിന്ന് പോയിട്ടാണ് ക്രിസ്തു കുരിശിൽ മരിക്കുന്നത്. ഒരു 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഈ കുരിശുമരത്തിലേക്ക് നടന്നെടുത്തത് തലേന്ന് പെസഹായിൽ അപ്പം ഭക്ഷിക്കാതാണ്, വീഞ്ഞു കുടിക്കാതാണ്. ഞാൻ രണ്ടാമത് വരുന്നത് വരെ ഭക്ഷിക്കാനും പാനം ചെയ്യുവാനും അതൊക്കെ മാറ്റി നിർത്തി തന്റെ ശരീരരക്തങ്ങൾ പങ്കിട്ട് നൽകി അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ സഹിയോൻ ഊട്ടുശാലയിൽ ശിഷ്യന്മാർക്ക് പകർത്ത് നൽകിയിട്ട് ദാഹിച്ച് വിശന്ന് പൊരിഞ്ഞ് ഇവൻ കുരിശുമരത്തിലേക്ക് നടന്നെടുത്തു. അതുകൊണ്ടാണ് കുരിശിലെ മൊഴികളിൽ ഒന്ന് എനിക്ക് ദാഹിക്കുന്നുവെന്ന് അവിടുന്ന് ഹൃദയപൂർവ്വം പറഞ്ഞത്. ആ പടയാളികൾ ഒരുവൻ നീർപ്പഞ്ഞിയിൽ വിനാഗിരി മുക്കി അവന്റെ ചുണ്ടോട് അടുപ്പിച്ചു. പക്ഷെ അവൻ കുടിച്ചോ? കുടിക്കാൻ കൂട്ടാക്കിയില്ല. യേശുക്രിസ്തുവിന്റെ കുരിശിലെ മരണം അക്ഷരാർത്ഥത്തിൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച മരണമാണ്. ഈ ലോകത്തുള്ള മുഴുവൻ അത്താഴ പട്ടിണിക്കാനും നിലവിളിച്ച് കരയുവാൻ ഒരു ദൈവമുണ്ടെങ്കിൽ അത് ക്രൂശിതനായൊരു ദൈവമാണ്. നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. ഈ ലോകത്തിലുള്ള മുഴുവൻ അത്താഴ പട്ടിണിക്കാനും നിലവിളിച്ച് കരയുവാൻ ഒരു ദൈവമുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ ഏക രക്ഷകനായ യേശു ക്രിസ്തുവാണ്. കാരണം അവൻ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാണ് 3 ആണികളിൽ മരിച്ചത്. ഭക്ഷണവും പാനീയമില്ലാതെ വിശന്ന് ദാഹിച്ചാണ് മരിച്ചത്. പൈതാഹങ്ങളുടെ നൊമ്പരമേറ്റവനാണ് യേശു ക്രിസ്തു. രണ്ടാമതായി നമ്മുടെ പ്രാഥമിക ആവശ്യം എന്താണ്? വസ്ത്രം, അല്ലേ? ഒരു 33 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഈ കുരിശിലേക്ക് തറച്ചപ്പോ അവന് വസ്ത്രം ഉണ്ടായിരുന്നോ? ഇല്ല. തുന്നിച്ചേർക്കാതെ നെയ്യിൽ കൂടാതെ എടുത്ത അവന്റെ ഏറ്റവും നല്ല ഉടുപ്പ് പോലും എന്ത് ചെയ്യുന്നുണ്ട്? ചിട്ടിയിട്ട് നറുക്കിട്ട് 4ആയിട്ട് കീറിയെടുത്തു. ഒരു യഹൂദ പാരമ്പര്യം അനുസരിച്ച് കഴുത്ത് മുതൽ പാദം വരെ മറയുന്ന വസ്ത്രം ധരിക്കാതെ ഒരു പുരുഷനും സ്ത്രീക്കും നടക്കാൻ പറ്റത്തില്ല. ആ സമൂഹത്തിലാണ് ഉടുതുണി പറിക്കപ്പെട്ട് നഗ്നനായി, അർത്ഥനഗ്നനായി യേശു കുരിശിൽ കിടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കീറ്റുശീലയിൽ പൊതിയപ്പെട്ട ക്രിസ്തു അതേ കീറ്റുശീലയായി ഇതാ ഗോകുൽത്തായുടെ നെറുകയിൽ കിടക്കുകയാണ്. ഈ ലോകത്തിൽ വിവസ്ത്രരാക്കപ്പെടുന്ന എല്ലാ സ്ത്രീജനങ്ങൾക്കും, പീഡനങ്ങൾക്ക് വിധേയരാകപ്പെടുന്ന മുഴുവൻ ജനങ്ങൾക്കും, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മനുഷ്യർക്കും കേണുകരയുവാൻ ഒരു ദൈവമുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കുരിശിൽ അർത്ഥനഗ്നനായി മരിച്ച യേശു ക്രിസ്തു. മൂന്നാമതായി മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം എന്താണ്? പാർപ്പിടമാണ്. ഈ ലോകത്തെ മുഴുവൻ അമ്മാനമാടാൻ കെൽപ്പുള്ള ക്രിസ്തു ഒരു സ്ഥലം പോലും എന്താണ് പ്രമാണത്തിൽ രേഖപ്പെടുത്താതെ കുരിശിൽ സ്വന്തം തോളിലേക്ക് തലചായിച്ച് മരിക്കുകയാണ്. ഇന്ന് സ്വത്തിനു വേണ്ടി തർക്കങ്ങൾ കൂടുന്നവരുടെ എണ്ണം, വഴക്കും വക്കാണുമായി പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, 1 ഇഞ്ച് സ്ഥലം പോലുമില്ലാതെ സ്വന്തം തോളിലേക്ക് തലചായിച്ച് ക്രിസ്തു മരിക്കുകയാണ്. ഈ പീഡനങ്ങളുടെ നടുവിൽ ക്രിസ്തു നീറിയല്ല മരിച്ചത്, ബോധപൂർവം തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു. ഏലോയി ഏലോയി ലാമാ സബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തുകൊണ്ട് എന്ന് സങ്കീർത്തനം ഉദ്ധരിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച ദൈവം തന്റെ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, എന്റെ ആത്മാവിനെ ഇത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ മരണം അക്ഷരാർത്ഥത്തിൽ നമുക്ക് ജീവൻ നൽകുന്ന ഒരു മരണമാണ്. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിൽ
യേശുക്രിസ്തുവിൻ്റെ കുരിശോട് ചേർന്ന് ജീവിക്കാൻ സാധിച്ചാൽ അഭിഷേകത്തിന് മേൽ അഭിഷേകമുണ്ടാകും. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം 1:18, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നിങ്ങൾ ഓരോ പ്രാവശ്യവും കുരിശ് വരയ്ക്കുമ്പോൾ ഈ 7 കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഇത് വെറുതെ വരച്ച് പോവുകയല്ല. ഞാൻ ഓരോ പ്രാവശ്യം കുരിശ് വരയ്ക്കുമ്പോഴും ഈ ബോധ്യം എനിക്ക് ഉണ്ടാകണം. ഇതെനിക്ക് ആശ്വാസം നൽകുന്ന, ഇതെനിക്ക് രക്ഷ നൽകുന്ന, ഇതെനിക്ക് സ്നേഹം നൽകുന്ന, ഇത് എൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന, ഇത് യഥാർത്ഥ യാഗപീഠമാണെന്ന് പഠിപ്പിക്കുന്ന, ക്ഷമയുടെ പാഠം പഠിപ്പിക്കുന്ന, ഇത് സഹനത്തിൻ്റെ യഥാർത്ഥ അടയാളമാണ് എന്ന ബോധ്യത്തിൽ കുരിശ് വരച്ച് നോക്കിക്കേ, ജീവിതത്തിൽ അഭിഷേകമുണ്ടാകും. അതുകൊണ്ട് ഈ പരിശുദ്ധമായ നോമ്പിൽ ഈ വർഷം ദുഃഖവെള്ളിയൊക്കെ ആചരിക്കുമ്പോൾ ഈ ഒരു ബോധ്യത്തോടുകൂടി കുരിശ് വരച്ചൊന്ന് കുമ്പിട്ട് പ്രാർത്ഥിച്ചു നോക്കിക്കേ, വലിയൊരു അഭിഷേകമുണ്ടാകും. ക്രൂശിതനായ ക്രിസ്തു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ നോമ്പിൻ്റെ അവസരത്തിൽ ഈ സ്ഥലത്തേക്ക് കടന്നു വരുവാനും നിങ്ങളുടെ ഒപ്പം അല്പസമയം വചനം പങ്കുവയ്ക്കുവാനും സാധിച്ചതിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ സ്വാഗത പ്രസംഗ പ്രിയപ്പെട്ട മാമ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ യുവജനങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. യുവജനങ്ങൾ സാധാരണ DJ പാർട്ടി നടത്തുവാൻ പിരിവെടുക്കുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി പിരിവെടുക്കാൻ ഇവിടുത്തെ യുവജനങ്ങൾ കാണിച്ച ഈ ധീരമായ നേതൃത്വം ഈ യുവജനങ്ങളെ വലിയ കൃപയിലേക്ക് കൊണ്ടുവന്നെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട വികാരിയച്ഛനും ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട യാക്കോബ് റമ്പാച്ചനും ഇവിടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന ഈശോയെ, അങ്ങയുടെ കുരിശിൽ അഭയം കണ്ടെത്തുവാനും ഏറ്റവും വിശുദ്ധമായി ജീവിക്കുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ബോധപൂർവ്വം കുരിശ് വരച്ച് അങ്ങയുടെ കുരിശിലൂടെ കരഗതമാകുന്ന രക്ഷ സ്വന്തമാക്കാൻ ഞങ്ങൾക്കൊരു കൃപ നൽകണമേ. ഏറ്റവും നിസ്സാരവൽക്കരിച്ചോ, ഏറ്റവും സാരമില്ല എന്ന് പറഞ്ഞോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞോ എൻ്റെ കുരിശ് വരെ മാറ്റാതെ ബോധപൂർവ്വം കുരിശ് വരയ്ക്കുവാനും അങ്ങ് നൽകുന്ന സമാധാനവും ആശ്വാസവും നിരന്തരം കണ്ടെത്തുവാനും പ്രാപിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ കുരിശ് മരത്തിലൂടെ അങ്ങ് ചൊരിഞ്ഞ ആ വലിയ കൃപ ജീവിതത്തിൻ്റെ അന്ത്യം വരെ കാത്തു സൂക്ഷിക്കുവാനും കുരിശ് മരത്തിനപ്പുറം അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയുന്ന ഉദ്ധാനത്തിൻ്റെ പ്രഭയിൽ സമാധാനത്തോട് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ തീർത്ഥയാത്രയിൽ കൂടെ നടന്ന് വ്യാകുലയായ മാതാവായി ഈശോയുടെ മൃതശരീരം മടിത്തട്ടിൽ വെക്കപ്പെട്ടപ്പോൾ അമ്മ അനുഭവിച്ച വേദനയോട് ചേർത്ത് ഞങ്ങളുടെ വേദനകളെയും സഹനങ്ങളെയും ഈശോയുടെ നാമത്തിൽ സമർപ്പിക്കുമ്പോൾ കൃപയോട് കെട്ടി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, എനിക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ ഈ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവും. രുദ്രഫലമാം കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു.